ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമൻറ്റിന് മറുപടിയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ പറയുന്ന തംബ്ലൈനിലുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതും എന്തിനാണ് പറയുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഏത് വീഡിയോക്കാണ് ഞാൻ മറുപടി കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇനിയെങ്കിലും അരുണിനെ തെറി വിളിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഒരു തംബ്ലൈന് കൊടുത്തിട്ടുള്ള അരുണിൻ്റെ എൻ്റെയും കൂടി ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു വീഡിയോസിൻ്റെ കമൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പം അരുണ് മാലയിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കം ഞാനൊന്ന് പറഞ്ഞുതരാം. അതിന് വന്നിട്ടുള്ള കമൻറ്റുകളാണ് നോക്കുന്നത്. ഓക്കെ പോയിട്ടോ, അത് മകനോട് പറഞ്ഞാട്ടോ. ജസ്നിത, തെറി വിളിക്കും തെറി വിളിക്കും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളെ ജസ്നിത, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്കൊന്നും ചെയ്യണമെന്നുമില്ല. കാരണം ഒരാൾ മാലയിട്ടാൽ അവരെ ഹൈന്ദവ വിശ്വാസപ്രകാരം അയ്യപ്പനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവനെ തെറി വിളിക്കരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും അവനെ തെറി വിളിച്ചാൽ അവനങ്ങ് പേടിച്ച് വിറച്ചു പോവും എന്ന് ഉള്ളത് കൊണ്ടല്ല കേട്ടോ. ജസ്നിത, മനസ്സിലായോ ജസ്നിതക്ക്? സെറീന, സാമിയെ ശരണമയ്യപ്പ ഞാൻ പറഞ്ഞാട്ടോ. സെറീന എന്നാ പേര്. എന്നിട്ടും ആ ബഹുമാനം കണ്ടോ? അതാണ് യഥാർത്ഥ മുസ്ലിം. ഈ കൂട്ടത്തിൽ യഥാർത്ഥ മുസ്ലിംസും ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലല്ലോ. എന്താ റിബ കബീർ, പാവം സാമി. അവൻ പാവാടോ. നിങ്ങൾക്കൊക്കെ ആയിരിക്കും അവൻ ദുഷ്ടനായിട്ട് തോന്നുക. അഞ്ജന, അയ്യപ്പനോട് നീ മംഗ്ലീഷാണേ പറഞ്ഞേരെ. അയ്യപ്പനോട് നിരക്കാത്തത് ചെയ്യുന്ന ആരെയും അയ്യപ്പൻ വെറുതെ വിടില്ല. വെയിറ്റ് ചെയ്തോ, കൃത്യമായിട്ട് തന്നെ കിട്ടും. അത് അയ്യപ്പനോട് എന്താ പറയുക, അയ്യപ്പനെ ബഹുമാനിക്കാതെയും അയ്യപ്പനെ ഇതാക്കാതെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് അരുൺ അങ്ങനെയാണ് എന്ന് നീ കരുതാൻ നിൽക്കണ്ട കേട്ടോ. അരുൺ എല്ലാ വർഷവും മാലയിടുന്നതാണ്, എല്ലാ വർഷവും ശബരിമലക്ക് പോകുന്നതാണ്. അരുണിൻ്റെ കാലിനൊരു കെട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? അത് ആരൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഏതിനാ കമൻ്റ് ഇട്ടത് ഞാൻ കറക്റ്റ് കണ്ടിട്ടില്ല. കൃഷ്ണനല്ല അയ്യപ്പൻ സ്പോട്ടിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ മാലയിട്ട ചെരുപ്പ് വരെ ഒഴിവാക്കുന്ന ഒരാളാണ്. ചെരുപ്പ് ഒഴിവാക്കിയിട്ട് കാലിൽ എന്തോ കുത്തിപ്പോയതാണ് അവൻ്റെ കാലങ്ങനെ ആയത്. അറിയോ നിങ്ങൾക്ക്? ഇന്നതിന് ശേഷമാണ് ചെരുപ്പിട്ട. അത്രമേൽ അയ്യപ്പനോട് സ്നേഹവും വാത്സല്യവും കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അവന് നേരാ വഴിക്കല്ല ചെയ്യുന്നതെങ്കിൽ അവന് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. അത്ര തന്നെ. അത് അയ്യപ്പനും അവനും തമ്മിലുള്ളതല്ലേ, അത് അവർ തീർത്തോട്ടെ. സംഗിസ്ഥാൻ എന്താ ഇതപ്പം നാന്ന് തോന്നുന്നു. എപ്പോഴാവും മാലയിട്ടെന്ന് വെച്ചാൽ അവന് മാലയിട്ട് മലക്ക് പോകാനായിട്ടുണ്ട്. പിന്നെ ഷഹീം, അവൾ തന്നെ ഭാര്യ എന്ന് പറഞ്ഞല്ലോ. ഞാൻ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളല്ലല്ലോ എനിക്ക് ചിലവിന് തരുന്നത്. ഞാൻ അവൻ്റെ ഭാര്യയോ വെപ്പാട്ടിയോ കാമുകിയോ പെങ്ങളോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. മുനീർ, കൊഞ്ചൽ, യെസ് ഐ ആം എ കൊഞ്ചൽ. പിന്നെ ആരോ എച്ച് ഇട്ടിട്ടുണ്ട്. ജസ്ന ക്യൂൺ, താങ്ക് യു. തോന്നിയല്ലോ നിങ്ങൾക്ക്, അത് മതി. ജസീല, ഈ വീട് ആരുതാന്നാ ചോദിച്ചാൽ ഈ വീട് സലീമിൻ്റെ വീടാണ്.
ഷീസ് എന്ന് പറയരുത്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇത്. ചന്ദ്രൻ കുറച്ച് ഹാർട്ടും നമസ്കാരവും ഇട്ടിട്ടുണ്ട്. ഉദയൻ സൂപ്പർ കൊടുത്തിട്ടുണ്ട്, ക്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫാഹിറ ഒരു സ്മൈലി കൊടുത്തിട്ടുണ്ട്. ജുറ ഇച്ചു എന്ന് പറഞ്ഞിട്ട് അതെല്ലാത്തിനും കൊടുക്കുന്നുണ്ടല്ലോ. ഷജുവ മക്കളുടെ കാര്യം കഴിഞ്ഞു എന്നോ, മക്കളുടെ കാര്യം എന്താ കഴിഞ്ഞത്? എൻ്റെ മക്കളെന്താ കാര്യം കഴിഞ്ഞ് ചത്തുപോയോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. നമ്മുടെ സൂപ്പർ ഉസ്മാൻ കമൻ്റ് ഇട്ട് എന്താന്ന് നോക്കാം. അവനെ തെറി വിളിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്, മലക്ക് പോയി വരുന്നവരെ അവനെ ഒഴിവാക്കി വീഡിയോയിൽ നിന്നും. ഞാൻ വീഡിയോയിൽ ഇപ്പോൾ അവനെ കൊണ്ടുവരാറില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ തെറി വിളിക്കുമെന്ന്. തെറ്റ് ചെയ്യുന്നവൻ മാത്രമല്ല, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ വരെ കുറ്റക്കാരനാണെന്ന് ഒരു ഇത് കേട്ടിട്ടുണ്ടോ? അത് മതപരമായിട്ടും പറയുന്നുണ്ട്. ഞാൻ അവനെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ തെറി വിളിക്കുമ്പം അയ്യപ്പനെ തെറി വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഞാനായിട്ട് അവനെ കഴിയുന്നതും വീഡിയോയിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് കേട്ടോ. അപ്പം റോഷ്നി ഫൈസൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട് നടന്നുകൂടെ? റോഷ്നി ഒരു കാര്യം ചെയ്യൂ, ഒന്നെങ്കിൽ റോഷ്നി വന്നിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്ക്. വീടിന് അത്യാവശ്യം വൃത്തിയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ചുമരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്തായിരുന്നു വീടിൻ്റെ തേപ്പ് ഞാൻ ചെയ്യിപ്പിച്ചത്. അപ്പം നനയ്ക്കാത്തത് കൊണ്ട് പല സ്ഥലത്തും പൊട്ടിക്കീറിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വീട് പണി എടുപ്പിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് നാട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ചെയ്യിക്കാവൂ എന്ന് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട് പണി എടുപ്പിക്കുകയാണെങ്കിൽ മിനിമം ഒരു 6 മാസത്തെ പണിയെങ്കിലും നമ്മുടെ വീടിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ലീവ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി വീട് പണി തുടങ്ങുള്ളൂ. അതുവരെ നിങ്ങൾ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് വന്ന് നന്നാക്കി വെക്കുക കേട്ടോ. ശ്രീകുമാർ എന്താ വായു നോക്കിയെന്നോ? ആരുടെ വായാണ് ശ്രീകുമാറെ നോക്കിയത്? നിൻ്റെ അമ്മയുടേതാണോ? അറിയാത്തോണ്ട് ചോദിച്ചതാണേ. ദിവ്യ ബിനു ഇപ്പം അവളുടെ കയപ്പിന് വേണ്ടിയാണല്ലോ ഈ വേഷം കെട്ട്. കൊള്ളാം. അങ്ങനെ ഭർത്താവ് സ്വാമിയാണ് അല്ലേ? എൻ്റെ കയപ്പിന് വേണ്ടിയിട്ട് ഏതായാലും ഞാൻ ആരെയും ശബരിമലയിലേക്ക് വിടാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ദിവ്യ പറയുമ്പം നാവിനെല്ലില്ല എന്ന് വിചാരിച്ചിട്ട് നിൻ്റെ വീട്ടിലുള്ള നിൻ്റെ തന്തേനോടും തള്ളേനോടും പെരുമാറും പോലെ ഒരു മാലയിട്ട ഒരു അയ്യപ്പനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. പാത്തു 41 ദിവസത്തെ വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ പോകുന്നത് അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്നും വ്രത തടസ്സം വന്നേക്കാം. പവിത്രമാക്കപ്പെട്ട മാലയിട്ടു വരുമ്പോൾ തന്നെ നിന്റെ സമീപനം ശരിയായ രീതിയിലല്ല. അത് ഫാത്തിമയുടെ കണ്ണിൽ ശരിയായ രീതിയിൽ ആയിരിക്കില്ല. അത് ഫാത്തിമയുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. നിനക്കാണെങ്കിൽ വൃത്തിയും ശുദ്ധിയും കുറവാണ്. അത് നീയാണോ ഫാത്തിമ തീരുമാനിക്കൽ? ദയവായി അവനെ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കൂ. മാലയിട്ട സമയത്തെങ്കിലും അവനെ മനസമാധാനത്തോടെ ജീവിക്കട്ടെ. അവനവൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ്. അതെനിക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് ആയ സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ അവൻ ഇവിടെ തന്നെ നിൽക്കും. ഒരു സ്വാമിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ പോലും ഇവിടെ ഇപ്പോൾ പച്ചക്കറി കഴിച്ചുകൊണ്ട് നിൽക്കുക. അവനവിടെ സ്വാമിയാണെങ്കിൽ പോലും ഇവിടെ ഞങ്ങൾ അത് മേടിക്കാതെ നിൽക്കുന്നുണ്ട്. അവൻ വന്നു പോകുന്ന വീടാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഫാത്തിമ, നീ നിൻ്റെ മതത്തിൽ എന്തോ ഉണ്ടോയെന്ന് നോക്ക്. നിൻ്റെ മൂല്യന്മാരെ ഊത്ത് ഏതെങ്കിലും പിഞ്ഞാണത്തിൽ ഊതി കുടിക്കാൻ നോക്ക് കേട്ടോ. നീ സ്വാമിയുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടേ. സ്വാമിമാർ എൻ്റെ
ബഹുമാനവും ആദരവും നിന്നോട് അപേക്ഷയാണ്. ദയവ് ചെയ്ത് അവനെ അമ്മയുടെ അടുത്തേക്ക് വിടുക. അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്കും അല്ല നിൽക്കുന്നത്. അതും മോളെ പാത്തമ്മ, നിനക്ക് തെറ്റിപ്പോയി. പാത്തു എന്തോ ഒരു അത് അവൻ ഭജനമഠത്തിലാണ് കേട്ടോ താമസം. അവൻ അവൻ്റെ വീട്ടിലും അല്ല താമസം കേട്ടോ. അതാണ് സാമി. അതിന് കുറേ ആൾക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരാൾ കൊടുത്തത്, ആരുടെ ആരാടി നീ, ഞങ്ങളൊന്നും ആരുമല്ലേടി കൂതറേ. അമ്മയല്ല ഉമ്മ. അടുത്ത ആൾ ഒന്ന് കൊടുത്തത് ഷാജിദ, അഞ്ജന. പിന്നെ അഞ്ജനക്ക് കൊടുത്ത് അമ്മ തന്നെയാണ്. അച്ഛൻ മുസ്ലിം, അമ്മ ഹിന്ദുവാണ്. അവനെപ്പറ്റി നന്നായി അറിയാം. അവൻ അവളുടെ ബന്ധുവൊന്നുമല്ല. നാട്ടുകാർ ആരും അവരോട് മിണ്ടാറില്ല. കല്യാണത്തിനോ മറ്റു ഒരു പരിപാടിക്കും അവളെ വിളിക്കാറുമില്ല. ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും മരിച്ചാൽ പോലും ഞങ്ങളാരും അവിടെ പോകില്ല. ഭർത്താവുള്ള അവൾ വേറൊരു പുരുഷൻ്റെ കൂടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ അവൾ വരുന്ന വഴി പരമാവധി ഒഴിവാക്കി പോകാറാണ് പതിവ്. പിന്നെ ഞാനാര് രാജാവോ? ഞാൻ വരുന്ന വഴി മാറിയിട്ട് നിങ്ങൾ നടക്കാൻ എന്നെ കല്യാണത്തിന് വിളിക്കാറില്ല എന്നുള്ളത് നിൻ്റെ തോന്നലാണ് പാത്തുവോ. എൻ്റെ കുടുംബത്തിൽ നിന്ന് വിളിക്കാറില്ല കേട്ടോ. നമ്മുടെ നാട്ടുകാരും ഒക്കെ വിളിക്കാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മരിച്ചപ്പോൾ ആരും വന്നില്ലേ, ആടെ കിടന്ന് പൊയ്ത്ത് ചാവട്ടെ, നെയ്ച്ചെന്തിന് ബേജാറാന്ന് പാത്തുവോ. ഏതായാലും ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങൾക്കൊക്കെ വഴിമാറി തരേണ്ടി വരുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. റഫീഖ്, സാമിക്കൊരു മഹത്വമുണ്ട്. നിന്നെപ്പോലെ കിടപ്പാടത്തിൽ പുല്ലുപോലും പോക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃത്തിയും വെടുപ്പുമില്ലാത്ത നിന്നെയൊക്കെ തൊട്ടാൽ ഒരു സാമി വിശ്വാസിയുടെ വിശ്വാസം നീയൊക്കെ ആയിട്ട് നശിപ്പിക്കും. പറയുന്നത് റഫീഖാണേ. ഇവരുടെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നും അവരാണ് മാലയിട്ടതെന്ന്. സുധീർ, ഓടി വേശി ജസ്ന അരുൺ. ആയിക്കോട്ടെ സുധീറെ, നിൻ്റെ ഉമ്മ വേശിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ത്രീകളും വേശിയാണെന്ന് കരുതരുത്. ഫർസാന, മക്കൾ മദ്രസയിൽ പോകാറുണ്ടോ? ഇല്ല. മോൻ 2ാം ക്ലാസ് വരെ പോയിട്ടുണ്ടായിരുന്നു. മോള് മദ്രസ എന്താണെന്ന് അറിയ പോലും ഇല്ല മോക്ക്. ആദ്യം മോൻ്റെ കൂടെ ഞാൻ വിടാറുണ്ടായിരുന്നു. പിന്നെ ഓൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയതിന് ശേഷം ഓളെയും വിടാറില്ല. പിന്നെ ഓനോടുള്ള മദ്രസയിലുള്ള ഉപദ്രവം തുടങ്ങിയതിന് ശേഷം 2 പേരും മദ്രസ വിദ്യാഭ്യാസമില്ല, ആവശ്യത്തിനുള്ള എഴുതാനും വായിക്കാനുള്ളത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത്ര തന്നെ. അടുത്ത ആളുടെ പേര് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. സഹോദരി, നിങ്ങൾ മതം ഉപേക്ഷിച്ചു വരൂ, ഞങ്ങൾ ഹിന്ദുക്കൾ നിങ്ങളെ സ്വീകരിക്കും. എൻ്റെ പൊന്നാര മോനോ, ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നതിൽ കുറച്ച് സംഗിണി ചേച്ചിമാരുണ്ടാവുമല്ലോ, എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. ഷംസീർ, അപ്പോൾ ഇങ്ങനെ വർഗീയത പറഞ്ഞു പറ്റിക്കാൻ പറ്റുമോ? മൈ ലവ്, ഇപ്പം ഹിന്ദുക്കൾ പോലും ഇവളെ കാണുന്നത് വെറുപ്പാണ് ആണോ? അപ്പൂസ്, അത് സ്വീകരിക്കുമെന്ന് നടക്കില്ല. എന്നെപ്പോലുള്ള ഒരുപാട് ഹിന്ദുക്കൾ എതിർക്കും ശക്തമായി. ഞാൻ പറഞ്ഞല്ലോ, കുറേ സംഗിണിമാരുണ്ട്. ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. എനിക്ക് ഈ സംഗിണിമാരെ ഷഡ്ജം തൂക്കിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ശൈലജ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അത്രേ ഉള്ളൂ ശൈലജ ചേച്ചി. വീട്ടിലേക്കാണോ സ്വീകരിക്കുന്നത്? എങ്ങോട്ട് സ്വീകരിച്ചാലും കുഴപ്പമില്ല. പിന്നത്തത് പിൻവണ്ണോ, അവനെ ആരും തെറി വിളിക്കുന്നില്ല, അവൻ പാവമാണ്, നിങ്ങൾ അവനെ ജീവിക്കാൻ അനുവദിക്കുക. ഓ ശരി,
ഞാൻ ഇന്ന് തന്നെ അവന് ജീവിക്കാൻ അനുവദിക്കാം. റജീന, അനീഫ, ഇവൾക്ക് ഏതെന്താന്നുള്ള ഓക്കെന്നെ ഓർമ്മയില്ല. എന്താ റോസാലീനാന്നോ? ഇവൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ഉഡായിപ്പ് സ്ത്രീ. ഇവൾ ഇപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളെ ഒരു കളിപ്പാവയാക്കുന്നു എന്നാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉഡായിപ്പ് കാരണം ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ള ഇച്ച് കാണ്, അല്ലാതെ പറ്റിയൊന്നും പറയാനില്ല. നൗഫി ഛർദിക്കുന്ന ഇട്ടിട്ടുണ്ട് കേട്ടോ. റായിബ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ശ്രീന ഹാർട്ട് ഇട്ടിട്ടുണ്ട്. എന്താ സംഗിയുടെ ഗതികേട്. ഇത്രയും കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് മുകളിൽ വരുന്ന തംബ്ലൈനുകൾ കമൻറ്റുകൾ മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇവൻ സാമി ആയതിലും ഇവൻ വ്രതം അനുഷ്ഠിക്കുന്നതിലും ഇവൻ്റെ കാര്യങ്ങളൊക്കെ ടെൻഷൻ ഹിന്ദുക്കളെക്കാട്ടിലും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഞാൻ തംബ്ലൈന് വർഗീയത പോലെ ഇടുന്നു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതിലാരാപ്പം വർഗീയത പറയുന്നത്? വർഗീയത പറയാൻ മാത്രമേ മുസ്ലിംസിന് അറിയുള്ളൂ, അല്ലാതെ ഒന്നും അവർക്കറിയില്ല. അപ്പം അരുണ് സാമിയാവേ, അവന് കള്ളസാമിയാണോ എന്നൊക്കെ ഉള്ളത് അത് യഥാർത്ഥ അയ്യപ്പൻ തീരുമാനിച്ചോളും. നിങ്ങളാരും അതോർത്ത് ബോധേടാവണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇത്രയും കമൻറ്റിന് മറുപടി പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.